നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കുന്നു. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരാശി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നു. കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ഇൻവെൻഷൻസ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ശരിക്കും ഒന്നും പുതുതായിട്ട് ഇവിടെ ഇൻവെൻറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഡിസ്കവറീസാണ്. നേച്ചർ നമ്മളെ കണ്ടെത്താൻ അനുവദിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുക. കാരണം ഈ നേച്ചറിന് പുറത്തൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. എല്ലാം ഈ നേച്ചറിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് റെവലേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ നിലവാരമനുസരിച്ച് വേഗത അനുസരിച്ചിട്ട് അവന് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് പ്രകൃതി ഇത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസസ് വന്നതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, AI എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ AI വളരെയധികം വേഗതയിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തൊരു വീഡിയോയിൽ കണ്ടു, AI തന്നെ അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു, സ്വയം ഫോൺ നമ്പേഴ്സ് ഉണ്ടാക്കുന്നു. ചിലപ്പോൾ രാത്രി വരുന്ന കോൾ AIയുടെ ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, AI മനുഷ്യൻ്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യും? മനുഷ്യൻ പൂർണ്ണമായിട്ടും AIയുടെ അടിമത്തത്തിലേക്ക് പോകും? ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം ഭരിക്കുന്ന രീതിയിലാവുമോ? നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത പോലെ ഏതൊരു ചോദ്യത്തിനും 2 മറുചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്. അപ്പോൾ മനുഷ്യ ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ഡിഫൈൻ ചെയ്യണം. എന്താണ് ജീവിതം എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ഉണർന്നിരിക്കുന്ന ഈ ശരീരത്തിലുള്ള ജാഗ്രത അവസ്ഥയിലുള്ള ജനനത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫിസിക്കൽ ലൈഫാണ്. ഈ ഫിസിക്കൽ ലൈഫിൽ തന്നെ സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയില്ല. അത് നമ്മൾ വിസ്മരിക്കുകയാണ്. ഉണർന്നിരിക്കുന്ന ഈ ലോകം മാത്രമാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ AI നമ്മളെ കൺട്രോൾ ചെയ്യും. ഇതാണ് ചോദ്യത്തിൻ്റെ കുറച്ചുകൂടി ഡെപ്തിൽ പോകുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഫിസിക്കൽ വേൾഡാണ് നിൽക്കുന്നത്.
സെൻസറി വേൾഡാണ് നിൽക്കുന്നത്, ഇന്ദ്രിയ തലത്തിലാണ് നിൽക്കുന്നത്. ഇന്ദ്രിയ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ തന്നെയായിരിക്കും. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ, ഭക്ഷണം മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റുകളുണ്ട്, പൈസ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ട്, ഫിസിക്കൽ റിലേഷൻസ് മാത്രം ഉദ്ദേശിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പുറമേ നിന്ന് മാത്രം സംതൃപ്തി ലഭിക്കുന്ന ഒരു ജീവിതം, ഭഗവത്ഗീതയിൽ ആസുരിക ജീവിതം എന്ന് പറയുന്നത്, ആസുരിക് ലൈഫ്, എപ്പോഴും ഇന്ദ്രിയ തലത്തിൽ മാത്രം ജീവിക്കുക. ഈ ഫിസിക്കൽ ശരീരത്തിലുള്ള കംഫർട്ട്, എൻ്റെ ഈ ഇൻഡിവിജ്വൽ ശരീരത്തിലുള്ള കംഫർട്ട് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിൽ തന്നെ ആൻസർ ഉണ്ട്. ബാബുജി മഹാരാജ് പറയും ചോദ്യം ചോദിക്കുന്ന ആളുടെ തന്നെ ഉത്തരം ഉണ്ടെന്ന്. ചോദ്യം ചോദിക്കുന്ന ആൾ ഫിസിക്കൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആൻസറിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ കണ്ടെത്തിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ മേഖലയിലും കൺട്രോൾ ചെയ്യുന്നു. നമുക്ക് തീരുമാനങ്ങൾ വേഗം എടുക്കാൻ സാധിക്കുന്നു, പരീക്ഷണങ്ങൾ വേഗം ആൻസർ കണ്ടെത്താൻ സാധിക്കും. കാരണം ഇതുവരെയുള്ള നോളജ് ബാങ്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കും. നമ്മൾക്ക് ചിലപ്പോൾ ഒരു ആഴ്ച എടുക്കുന്നത് ഇത് 1 മിനിറ്റ് കൊണ്ട് ആൻസർ കണ്ടെത്തി തരും. ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ തീസിസിന് വേണ്ടിയിട്ട് 1 കൊല്ലത്തോളം ലൈബ്രറികൾ കയറി ഇറങ്ങിയിട്ടുണ്ട് റെഫറൻസ് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ 1 മിനിറ്റിൻ്റെ ഉള്ളൂ, 1 മിനിറ്റ് കൂടി വരെ പെട്ടെന്ന് എല്ലാ റെഫറൻസസും കൂടി വരും. അത് വേഗത കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ മേഖലകളിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. സർജിക്കൽ പ്രിസിഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇതൊക്കെ ഫിസിക്കൽ ലൈഫിനെ പെർട്ടൈൻ ചെയ്താണ്. ഭൗതിക ജീവിതം, നല്ല ശരീരം, നല്ല ഹൃദയം പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഹൃദയം, നല്ല ഹൃദയം ട്രീറ്റ് ചെയ്യാം. ഫിസിക്കൽ ഹാർട്ട്, ഫിസിക്കൽ ലങ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ലക്ഷ്യം ഇത് തന്നെയാണോ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ തന്നെ നിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഈ ഫിസിക്കൽ ലൈഫാണോ നിങ്ങൾ ശരിക്കുള്ള ജീവിതം എന്ന് ആലോചിക്കുന്നത്? ഇത് എത്ര കാലം ഉണ്ടാവും? സ്വാമി വിവേകാനന്ദൻ ഒരു ഡോക്ടറുമായിട്ട് നടത്തിയ ചർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ വിവേകാനന്ദൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ അമേരിക്കയിൽ പോയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ട്? വിവേകാനന്ദൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്നു. ഒരു വിവേകാനന്ദൻ എന്നിട്ടെന്ന് ചോദിക്കില്ല. അപ്പോൾ ഞാൻ ഡോക്ടറാവും, ഞാനൊരു ഡോക്ടറെ കല്യാണം കഴിക്കും, എനിക്ക് കുട്ടികളുണ്ടാവും, അവരും ഡോക്ടറാക്കും, ഞാൻ ഹോസ്പിറ്റൽസ് പഠിക്കും. ഇങ്ങനെ വീണ്ടും എന്നിട്ടെന്ന് വെച്ചാൽ അവസാനം ഡോക്ടർ പറഞ്ഞു ഞാൻ മരിക്കുന്നു. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, മരിക്കാനാണെങ്കിൽ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ കടലിൽ ചാടി മരിച്ചാൽ പോലെ എന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെ ഈ ചോദ്യം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മരണത്തിൽ അവസാനിക്കുന്ന ഈ ജീവിതമാണോ, അതോ നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണോ, ക്വാളിറ്റിയാണോ? നമ്മളിത്ര മാറുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ പോലെ തന്നെയാണ് എന്നും. ഞാൻ ഡോമിനേറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രായമാവും തോറും എൻ്റെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാതെ ആവുന്നു. എനിക്ക് ചിലപ്പോൾ AI ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെയായി മാറുന്നു, കാണാൻ പറ്റാതെയാവുന്നു, എൻ്റെ ബുദ്ധി തലച്ചോറ് ദ്രവിച്ചു പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാതെ നമ്മൾ ചുറ്റും നോക്കി എങ്ങനെയുള്ള ആൾക്കാരെ കാണാം. അത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് AI ഉണ്ടായിട്ടുള്ള കാര്യം നമ്മളെ മരണത്തിൽ രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഈ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളെ ട്രാൻസ്ജെൻഡ് ചെയ്യാൻ സാധിക്കും. ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങൾ ട്രാൻസ്ജെൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ കൂടുതൽ മനുഷ്യത്വം കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഫാമിലിയിൽ കൂടുതൽ കെട്ടുറപ്പ് കൊണ്ടുവരാൻ സാധിക്കും. ലോകത്തിൽ ഹാർമണി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാറും, നിങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ പെർട്ടൈൻ ചെയ്യുന്നതാണോ, അതോ നിങ്ങൾക്ക് സ്വപ്നാവസ്ഥയുണ്ട്, സുഷുപ്തി അവസ്ഥയുണ്ട്, ഇതിനപ്പുറവും ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും AI നിങ്ങളെ അടിമപ്പെടുത്തില്ല, നമ്മളെ അടിമപ്പെടുത്തില്ല. AI നമ്മുടെ കയ്യിലൊരു ഇൻസ്ട്രുമെൻ്റാണ്. എങ്ങനെയാണോ പൈസ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്, പൊസിഷൻ പോവും, പൈസ പോവും. നമ്മൾ ഒരു ആട്ടിടയൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആട്ടിടയൻ രാജാവിൻ്റെ മന്ത്രിയാണ്. അത്രയും വിവേകബോധമുള്ള ആളുണ്ട്. അവസാനം മന്ത്രിമാർക്കൊക്കെ അസൂയ വരും. എന്നിട്ട് ആട്ടിടയനെ എങ്ങനെയും ഈ ആട്ടിടയൻ മന്ത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് എങ്ങനെയും പുറത്താക്കണം എന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിയുടെ കൊട്ടാരത്തിൽ പോയിട്ട് പരിശോധന നടത്തുകയാണ്. അപ്പോൾ എല്ലാ മുറിയും പരിശോധിച്ചപ്പോൾ ഒന്നുമില്ല. ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആട്ടിടയൻ പറഞ്ഞു, രാജാവേ തുറക്കരുത്, അങ്ങ് ദുഃഖിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് ആ വാതിൽ തുറന്നപ്പോൾ അതിൽ കണ്ടത് ആട്ടിടയൻ ഉപയോഗിച്ചിരുന്ന കോട്ട്, ക്ലോക്കും ഒരു ഓടക്കുഴലും ഒരു സഞ്ചിയും ഒക്കെ. ആട്ടിടയൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും എന്നെ ഓർപ്പെടുത്താറുണ്ട്, ഞാൻ ഇതാണ്, ബാക്കിയെല്ലാം നശ്വരമാണ്. എന്നിട്ട് അത് എടുത്തിട്ട് പോവുകയാണ്. മന്ത്രിയുടെ വേഷമൊക്കെ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഇങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും.
ഈ AI-ക്ക് നമ്മുടെ സ്വപ്നാവസ്ഥയെ മാറ്റാൻ പറ്റുമോ? നമുക്ക് നല്ല ഉറക്കം തരാൻ സാധിക്കും, നമ്മുടെ കുട്ടികളെ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സെൽഫ് ഡിപ്പെൻഡൻറ്റ്, അതായത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന, എല്ലാം ഇല്ലാതെയാവുന്ന സമയത്ത് നമ്മൾ പ്രളയം വന്നപ്പോൾ കണ്ടു, അവിടെ AI ഒന്നും ഹെൽപ്പ് ചെയ്തില്ല, മനുഷ്യനെയാണ് സഹായിച്ചത്. ഒരുപക്ഷെ ശരീരങ്ങളെ സഹായിക്കാൻ സാധിക്കും, ഭയം മാറ്റാൻ സാധിക്കും, ധൈര്യം തരാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മനുഷ്യ നന്മയ്ക്ക് മനുഷ്യൻ്റെ ബെറ്റർമെൻറ്റ്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, അത് ഈ ശരീരത്തെ അതിജീവിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് കാര്യം ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുമ്പോൾ AI അല്ല ഒരു സാധനത്തിൽ നമ്മളെ മനുഷ്യരാശിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ഉത്തരമുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.